ശ്രീ വി വസീഫ് ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞത് ഞങ്ങളാണ്, ഇടതുപക്ഷമാണ് ഇപ്പോൾ തരൂർ പറഞ്ഞ നിലപാട് ആദ്യം എടുത്തത്, ഞങ്ങളെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിദേശ നയവും ഏതാണ്ട് ആ ലൈനിൽ തന്നെയായിരുന്നു. അതായത് റഷ്യയോടും യുക്രൈനോടും ഒരേ സമീപനം. പാശ്ചാത്യ ലോകം മുഴുവൻ റഷ്യക്കെതിരെ അതിശക്തമായ വ്യാപാര യുദ്ധവും ഉപരോധങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു റഷ്യയിൽ നിന്നുള്ള വ്യാപാരമടക്കം നിർത്താനും മറ്റുമൊക്കെ. പക്ഷേ അത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടില്ല. UN അടക്കം ഇന്ത്യ ഒരു സമവായ സമീപനമാണ് സ്വീകരിച്ചത്. റഷ്യക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചില്ല. അതിപ്പോൾ 3 കൊല്ലത്തിന് ശേഷം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് തരൂർ പറയുന്നതിനെ നമ്മൾ രാഷ്ട്രീയമായി കാണേണ്ടതുണ്ടോ? ഒരു ഫോറിൻ പോളിസി എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ വിദേശ നയത്തെക്കുറിച്ചുള്ള ഒരു വിചാരം പറഞ്ഞു എന്ന് കണ്ടാൽ പോരെ? അഭിലാഷ, ഇവിടെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് നേരത്തെ ജേക്കബ് സാറൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പക്ഷേ ഇതിൽ കോൺഗ്രസിന് ഒരു തലവേദനയായി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ കേരളത്തിലാണെങ്കിൽ സുധാകർജിയോട് ചോദിച്ചപ്പോൾ ഞാൻ കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് വളരെ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത്. പക്ഷെ ഇതേ തരൂര് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ്, അത് സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു എഴുതിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തത്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റ് പേജിൽ വന്നത് നമ്മളൊക്കെ കണ്ടു. അത് ഡാറ്റ വെച്ച് അദ്ദേഹം സംസാരിച്ചതാണ്. ആ ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതിനെ വലിയ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും, അതാണ് CPM അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് എന്തൊരു പുകിലായിരുന്നു ഇവിടെ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ മോഡിയെ സ്തുതിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. മോഡി ഇവിടെ അത്ര വലിയൊരു നയതന്ത്രജ്ഞനായി എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. മോഡിയെ അങ്ങനെ ഈ വിഷയത്തിൽ പുകയത്തേണ്ട ആവശ്യമില്ല. ഇവിടെ ഇന്ത്യക്കാരെ അമേരിക്ക കൈവിലങ്ങണിഞ്ഞ് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചപ്പോൾ, പ്രത്യേക വിമാനത്തിൽ പറഞ്ഞയച്ച് ഇങ്ങോട്ടേക്ക് കൈവിലങ്ങ അണിഞ്ഞ് പറഞ്ഞയച്ചപ്പോൾ എന്തായിരുന്നു BJPയുടെ നിലപാട്? അരുതെന്ന് പറയാൻ സാധിച്ചോ? നേപ്പാൾ പോലും വളരെ ശക്തമായി ആ വിഷയത്തിൽ പ്രതിഷേധിച്ച് എന്നിട്ട് അവർക്കെതിരെ ആ തരത്തിലേക്ക് സമീപനം സ്വീകരിച്ചില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ BJP പ്രതിനിധികളെ സൂചിപ്പിച്ചു. അവിടെ തന്നെയാണ് എനിക്ക് ചോദ്യം. താങ്കൾ സൂചിപ്പിച്ച ഈ വിഷയമുണ്ടല്ലോ, അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ കൈവിലങ്ങണിയിച്ച് ഡീപ്പോർട്ട് ചെയ്ത സംഭവം, അതിനെ അതിനിശിതമായി വിമർശിച്ച ആളായിരുന്നു ശശി തരൂർ. അന്ന് ശശി തരൂരിന്റെ പ്രതികരണമാണ് കാര്യമായി ദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുത്തത്. അതിനെ വളരെ നിശിതമായി വിമർശിച്ച ഒരാളായിരുന്നു ശശി തരൂർ. ഇതിപ്പോ ഇന്ത്യയുടെ ഈ ഉക്രൈനുമായി ബന്ധപ്പെട്ട ഫോറിൻ പോളിസി ഇനീഷ്യേറ്റീവ് ശരിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതിനെ കൃത്യമായി ഈ വിഷയങ്ങളെ പരിശോധിച്ച ആ വിഷയത്തിന്റെ മെറിറ്റിൽ പറയുന്ന അഭിപ്രായമായി, ആദ്യത്തെ അഭിപ്രായമായാലും രണ്ടാമത്തെ അഭിപ്രായമായാലും കണ്ടാൽ പോരെ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ വിഷയത്തിൽ നേരത്തെ BJP പറഞ്ഞതുപോലെ അത് പലസ്തീനിലേക്ക്, ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന അക്രമമായാലും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമായാലും ഇതിന്റെ പിന്നിലെല്ലാം അമേരിക്കയുടെ കരമുണ്ട്, ഇടപെടലുണ്ട് എന്ന് പരസ്യമായി പറയുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഞങ്ങൾ അതിൻ്റെ നിലപാട് സ്വീകരിക്കുന്നവരാണ്, അതിനെതിരെ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ BJP പറഞ്ഞതുപോലെ ഒരു ഇരട്ടത്താപ്പുമില്ല. BJPയുടെ പ്രതിനിധി ചോദിച്ചു, ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിങ്ങൾ നിലപാട് സ്വീകരിച്ചത് കണ്ടില്ലല്ലോ, കേരളത്തിൽ പോലും ഒരു പ്രതികരണവും കണ്ടില്ലല്ലോ എന്ന്. അദ്ദേഹം എവിടെയാണ് നോക്കിയിരുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ നിരവധി തവണ യുദ്ധം വേണ്ട, യുദ്ധം അരുത്, ഇത് അമേരിക്കയുടെ വലിയ താല്പര്യമാണ്, അവരുടെ ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിരവധി മുദ്രാവാക്യങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ വിളിച്ചതാണ്. ഗസയിലും ഇതുപോലെ തന്നെ ഇസ്രായേലിന്റെ അക്രമം നടക്കുന്ന സമയത്ത് ഇത് അമേരിക്കയുടെ പ്ലാനിംഗ് ആണ്, അമേരിക്കയുടെ ഇടപെടലാണ് എന്നൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധ സമയത്ത് അങ്ങനെയാണെങ്കിൽ വലിയ രാഷ്ട്രീയ നയതന്ത്രജ്ഞരായിരിക്കുന്ന നരേന്ദ്രമോദി എന്തേ ഇടപെടാതിരുന്നത്? ഈ നേപ്പാൾ പറയുന്നത് പോലെ പോലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തേ നരേന്ദ്രമോദി ഇടപെടാതിരുന്നത്? ഇടപെട്ടിട്ടില്ല. ഇവിടെ അമേരിക്കയെ അങ്ങ് പിണക്കാനും പറ്റില്ല, മറുവശത്ത് റഷ്യയും ആയതുകൊണ്ട് ഒരു താളത്തിൽ നിൽക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. അല്ലാതെ ഈ യുദ്ധത്തിൽ അമേരിക്ക ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താനൊന്നുള്ള ത്രാണി ഈ നരേന്ദ്രമോദിക്കൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.